മഹാഭാഗവതം ദ്വിതീയ സ്കന്ധം 1-ാം അധ്യായം. ഗൃഹസ്ഥാശ്രമിയായ ഒരുവൻ അറിഞ്ഞോ അറിയാതെയോ പല നിഷിദ്ധ കർമ്മങ്ങളും ഹിംസാദി വ്യാപാരങ്ങളും ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ പ്രവർത്തിക്കുന്ന ഒരുവൾ മുളക്, അരി മുതലായവ അരയ്ക്കുക, പൊടിക്കുക ഇവ ചെയ്യുമ്പോൾ എത്ര ചെറു പ്രാണികൾ നശിക്കാറുണ്ട്. ഇങ്ങനെ ഏത് പ്രവൃത്തിയിലും നാം അറിയാതെ തന്നെ കുറേ പ്രാണികളെ ഹിംസിക്കുന്നുണ്ട്. ഇതെല്ലാം പാപമല്ലേ? ഇങ്ങനെ പാപം ദിവസം തോറും വർദ്ധിച്ചുകൊണ്ട് വരും. ഇതിന് പ്രായശ്ചിത്തം ചെയ്യാൻ നാം മുതിരാറില്ല. രാവിൽ നിദ്ര, സ്ത്രീസേവ, പകലിൽ ധനസമ്പാദന മാർഗങ്ങൾ ഈ വകകളിൽ നാം മുഴുകിയിരിക്കുന്നതിനാൽ ഭഗവത് ചിന്തയ്ക്ക് സമയം കാണാറില്ല. ഇത് ഏറ്റവും പരിതാപകരമാണ്. ഭഗവത് സ്മരണ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. നാമജപം, സങ്കീർത്തനം ഇവ അത്യാവശ്യമാണ്. ഭാഗവതം ഇതാണ് ഘോഷിക്കുന്നത്. അത് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ദ്വാപര യുഗാവസാനം പഠിച്ചു. അതിനുശേഷം ഞാൻ ആനന്ദത്തിൽ മുഴുകി ഇരിക്കുന്നവനാണ്. എങ്കിലും ഹരികഥ എനിക്കിഷ്ടമാണ്. അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നവർക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നു. ജീവിതകാലം കുറച്ചാണെങ്കിൽ കൂടി ആ ഉള്ള കാലം അതിനായി വിനിയോഗിക്കണം. ഖട്വാങ്കൻ എന്ന രാജാവ് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ച് ദേവന്മാർ പാരിതോഷികമായി വരം നൽകാൻ പുറപ്പെട്ടപ്പോൾ താൻ ആവശ്യപ്പെട്ട വരം താൻ എത്ര കാലം ജീവിച്ചിരിക്കും എന്ന വിവരം അറിയിച്ചാൽ മതിയെന്നായിരുന്നു. ഒരു മുഹൂർത്ത നേരമേ ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടൻ മനുഷ്യലോകത്തേക്ക് തിരിച്ച് ബാക്കി സമയം ഉഗ്ര ജപധ്യാനത്തിൽ വിനിയോഗിച്ച് ഭഗവത്പാദം അടഞ്ഞുവത്രേ. അങ്ങയ്ക്ക് 7 ദിവസം സമയമുണ്ടല്ലോ, അത് മുഴുവൻ ആധ്യാത്മിക ചിന്തയിൽ മുഴുകുക. അങ്ങയ്ക്ക് ഇഷ്ടസിദ്ധി ഉണ്ടാവും. ആദ്യമായി സജ്ജന സംസർഗദ്വാര എല്ലാ ഐഹികപരമായ കാര്യങ്ങളിൽ വിരക്തി വരുത്തണം. പുത്രകളത്രാദികളിൽ വെച്ച് സ്നേഹപാശങ്ങൾ അറക്കണം. സ്വന്തം ഗൃഹങ്ങൾ ഉപേക്ഷിച്ച് ദൂരതയ്ക്കിൽ ചെന്ന് ജനനിബിഡമല്ലാത്ത പ്രദേശത്ത് ശുദ്ധമായ നദി മുതലായ തീരങ്ങളിൽ ധാരണ, ധ്യാന, യോഗാദികൾ അഭ്യസിക്കണം. ഓം എന്ന മന്ത്രം മനസ്സിൽ ജപിച്ച് ശ്വാസോച്ഛ്വാസഗതി അടക്കി മനസ്സിൻ്റെ ചഞ്ചല സ്വഭാവത്തെ നിരോധിച്ച് മനസ്സിനെ ഈ ബീജാക്ഷരത്തിൽ ഉറപ്പിക്കണം. പ്രത്യാഹാരം വേണ്ടി വന്നാൽ അത് ധാരാളം പ്രയോഗിക്കണം. ഇഷ്ടദേവത ഏതോ അതിൻ്റെ സഗുണസ്വരൂപത്തിൽ ഓരോ അവയവത്തിലും മനസ്സുറപ്പിക്കണം. പാദം തൊട്ട് കേശം വരെയും ഒടുവിൽ ആനന്ദം ഒഴുകുന്ന പുഞ്ചിരിയും സമഗ്ര രൂപത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് ആനന്ദത്തിലിരിക്കണം. രൂക്ഷത കൂടുമ്പോൾ ജപം അല്പനേരം വിട്ട് ആനന്ദത്തിൽ മുഴുകണം. ഇത് സമാധിയാണ്. പിന്നെയും മനസ്സ് ചലിക്കാനിട വന്നാൽ ധാരണ, ധ്യാനം, ജപം ഇവ ആവർത്തിച്ച് പൂർവ്വസ്ഥിതിക്ക് വരുത്തണം. രാജാവ് ഇത് വിസ്തരിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശുഗമഹർഷി സന്തോഷത്തോടെ തുടർന്നു. എല്ലാ ജീവജാലങ്ങളിലും ഭഗവത് ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തെ ജീവൻ എന്ന് പറയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ ജീവൻ ഏതുപോലെയോ അതുപോലെ ഭഗവാനാകുന്ന ചൈതന്യത്തിനൊരു ശരീരമുണ്ട്. അതിന് വിരാട് എന്ന് പേർ. വിരാട്, പ്രകാശിക്കുന്നത് ആണ് ഭഗവാന്റെ പ്രപഞ്ചാകാരം. ഇത് പഞ്ചഭൂതങ്ങളും അഹങ്കാരം, മഹത്തത്വം എന്ന 7 ആവരണങ്ങളോടും കൂടിയതാണ്. ഇത് അണ്ഡാകൃതിയിലുള്ള 14 ലോകങ്ങളും അടങ്ങിയതാണ്. ഈ അണ്ഡകോശമായ വിരാടിൽ വിളങ്ങുന്ന ചൈതന്യമായ പുരുഷന് വൈരാജൻ എന്ന് പേർ. ഈ ലോകത്തിൽ മനസ്സ് പ്രവേശിക്കണം. അതിൽ ഭക്തി ജനിക്കണം. ഈ അണ്ഡരൂപത്തിൽ അഭിമാനം കൊള്ളുന്ന ദേവനാണ് 4 മുഖമുള്ള ബ്രഹ്മാവ്, ക്ഷേത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്ഥലമാണ് ഈ വിരാട് സ്വരൂപം. ഈ വൈരാജൻ്റെ പാദമൂലം പാതാളം, മുൻപിൻ ഭാഗങ്ങൾ രസാതലം, നെരിയാണി മഹാതലം, മുട്ടുകാലുകൾ തലാതലം, മുഴങ്കാൽ സുതലം, തുടകളുടെ മേൽ കീഴ്ഭാഗങ്ങൾ വിതലവും അതലവും, ജഘനം കട്പശ്പാൽ ഭാഗം, ഭൂമിതലം, നാഭി ആകാശലോകം, മാറിടം നക്ഷത്രലോകം, കഴുത്ത് മഹർലോകം, മുഖം ജനർലോകം, നെറ്റി തപോലോകം, ശിരസ് സത്യലോകം. ഇന്ദ്രാദി ദേവന്മാർ അദ്ദേഹത്തിൻ്റെ കൈകൾ, ദിക്കുകൾ, കർണങ്ങൾ, ശബ്ദം, കാത്, അശ്വിനി ദേവന്മാർ 2 നാസാപുടങ്ങൾ, അഗ്നിമുഖം, അന്തരീക്ഷ ലോകം, നേത്രഗോളങ്ങൾ, സൂര്യൻ, കണ്ണ്, കൺപോളകൾ, രാവും പകലും, ബ്രഹ്മലോകം, പുരികം, ജലം, അണ്ണാക്ക്, രസം, നാവ്, വേദങ്ങൾ, ശിരസ്, യമൻ, ദംഷ്ട്രം, പുത്രാദി സ്നേഹകലാപല്ലുകൾ, മായ, പുഞ്ചിരി, സൃഷ്ടി, കടാക്ഷം, ലജ്ജ, മേൽച്ചുണ്ട്, ലോഭം, കീഴ്ച്ചുണ്ട്, ധർമ്മം, സ്തനം, അധരം, പൃഷ്ഠം, ബ്രഹ്മാവ്, ഗുഹ്യസ്ഥലം, കൃഷ്ണങ്ങൾ, മിത്രാവരുണന്മാർ 2 പേർ, വയർ, സമുദ്രം, എല്ലുകൾ, ഗിരികൾ, നദികൾ, നാഡികൾ, വൃക്ഷങ്ങൾ, രോമങ്ങൾ, ഊക്കേറിയ കാറ്റ്, ശ്വാസപ്രശ്വാസങ്ങൾ, കാലം, വയസ്സ്, പ്രാണികളുടെ ജനന മരണം അദ്ദേഹത്തിൻ്റെ ലീല, മേഘങ്ങൾ, തലമുടി, സന്ധ്യ, വസ്ത്രം, അവ്യക്തമെന്ന പ്രധാന തത്വം, ഹൃദയം, ചന്ദ്രൻ, മനസ്സ്, സർവത്തിലും ആത്മാവായി വിളങ്ങുന്ന ചിത്തം, മഹത്തത്വം, ശ്രീരുദ്രൻ, അന്ധകരണം, കുതിര മുതലായ മൃഗങ്ങൾ, നഖങ്ങൾ, പശുക്കൾ, മാൻ എന്നിവ അരക്കെട്ടിൻ്റെ മുൻപിൻ ഭാഗങ്ങൾ, പക്ഷിവർഗം, ശില്പവിദ്യകൾ. മനു, വൈവസുതൻ, ക്ഷത്രിയൻ, ഭുജം, വൈശ്യൻ, തുട, ബ്രാഹ്മണൻ, മുഖം, ശൂദ്രൻ, പാദം, യാഗാദികൾ, കർമ്മം.
ഇതാണ് വിരാട് സ്വരൂപം എന്ന വൈരാജൻ്റെ ശരീരം. ഇതിൽ മനസ്സുറപ്പിക്കണം. നിർഗുണ സ്വരൂപത്തിൽ മനസ്സ് ഇരുത്താൻ പ്രയാസമായതിനാൽ ഏതേതിൽ മനസ്സ് പോകുന്നുവോ അതെല്ലാം ഈശ്വരാവയവമാണെന്നും മേൽപ്പറഞ്ഞ വൈരാജ ശരീരഘടനയിൽ നിന്നറിയാം. ഭഗവത് സ്വരൂപം വിസ്തരിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് ഈ വർണ്ണന. 2-ാം അധ്യായം. കൽപ്പകാലത്തിൽ ബ്രഹ്മാവിന് സൃഷ്ടിസ്ഥിതി നശിച്ചുപോയതിനാൽ വീണ്ടും ആവിർഭവിച്ചപ്പോൾ നാരായണ സ്മൃതിക്കായി ധ്യാനം ചെയ്ത് സ്മരണ നേടേണ്ടി വന്നു. അപ്പോൾ സൃഷ്ടി പുനരാരംഭിക്കാൻ സാധിച്ചു. ഈ വിധത്തിൽ ആദ്യമായി ധ്യാനിച്ച് വിഷയങ്ങളിൽ നിന്ന് വിരക്തി നേടണം. സ്വർഗസുഖമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് യാഗാദി കർമ്മങ്ങൾ ചെയ്യണം. പക്ഷേ അത് നശ്വരമാണ്. ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി ഗീത. പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഈ ലോകത്തിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും. വിരക്തി വന്ന് എല്ലാം ഉപേക്ഷിച്ചാൽ ജീവസന്ധാരണം എങ്ങനെയാകും എന്നതിന് ഉത്തരം ശരീരയാത്രയ്ക്ക് വേണ്ടത് മാത്രം അത്യന്താപേക്ഷിതമായത് അന്യരിൽ നിന്ന് സ്വീകരിക്കാം. ഉറക്കം വരുമ്പോൾ വിശാലമായ ഭൂമിയുള്ളപ്പോൾ കിടക്ക തേടരുത്. കൈകൾ തലയണയായി ഉപയോഗിക്കാം. മരവുരി വസ്ത്രമായും ആഹാരത്തിന് കാട്ടിലുള്ള ഫലമൂലാദികളും ഗുഹകൾ കിടക്കുന്ന മുറികളും. ഹൃദയത്തിൽ വിരാട് സ്വരൂപ ധ്യാനം ആദ്യം സങ്കല്പത്തിൽ വരണം. പിന്നീട് ശംഖചക്ര ഗദാധാരിയായ രൂപമെടുക്കാം. പാദാദികേശം ഓരോ അവയവവും ഹൃദയത്തിൽ പ്രത്യക്ഷമായി ഉറയ്ക്കുന്നതുവരെ തുടരണം. മരണം അടുത്തിരിക്കുന്ന പുരുഷൻ ചെയ്യേണ്ടത് ആണ് പുതുവരെ പറഞ്ഞത്. ഇഷ്ടംപോലെ ശരീരം ത്യജിക്കാവുന്ന യോഗി ഉത്തരായണ കാലം വരെ കാത്തിരിക്കേണ്ട. സുഖാസനത്തിലിരുന്ന് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് അത് മഹത്തത്വത്തിൽ ലയിപ്പിച്ച് ബുദ്ധിയെ ജീവനിൽ നിലപ്പിച്ച് ജീവനെ പരമാത്മാവിൽ നിലയുറപ്പിക്കണം. ആ പരമാത്മാവ് താൻ എന്ന ബോധവും വരുത്തണം. അഹം ബ്രഹ്മാസ്മി. ആത്മാവിനെ അറിയാനാഗ്രഹിക്കുന്നവർ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവ നശിക്കുന്നവയാണെന്ന് അറിഞ്ഞ് അവയെല്ലാം തള്ളിക്കളഞ്ഞും ദേഹാദികളിൽ ഇതുവരെ ഉണ്ടായ ആത്മാവെന്ന വിശ്വാസത്തെ വെടിഞ്ഞും പൂജ്യമായ ശ്രീകൃഷ്ണ ചരണാംബുജമാണ് പൂജനീയ സ്ഥലമെന്നറിഞ്ഞ് വണങ്ങണം. ദേഹത്തെ എങ്ങനെയാണ് വെടിയേണ്ടത് എന്നത് പറയുന്നു. സ്ഥിരമായ ആസനത്തിലിരുന്ന് കുതികാൽ കൊണ്ട് ഗുദത്തെ അടച്ച് അപാനവായുവിൻ്റെ കീഴ്ഗതിയെ തടഞ്ഞ് മൂലാധാരത്തിൽ നിന്ന് ബലം പ്രയോഗിക്കാതെ സുഷുമ്നയിൽ കൂടി പ്രാണനെ 6 പടി കയറ്റി ബ്രഹ്മരന്ധ്രത്തിലെത്തിക്കണം. സ്വർഗഗതി വേണ്ടെങ്കിൽ ഉടനെ ബ്രഹ്മരന്ധ്രം പൊട്ടിച്ചു പോകാം. ഇതാണ് സദ്യോന്മുക്തി. ഇനി ക്രമമുക്തിയാണ്. വേണമെങ്കിൽ യോഗി മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ചേർന്ന സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കാതെ അതാത് ലോകത്തേക്ക് മെല്ലെ മെല്ലെ പോകാം. ഇഷ്ടം പോലെ ചെയ്യുവാനും മറ്റ് യോഗികൾക്കേ സാധ്യമാവൂ. കർമ്മം ചെയ്തുകൊണ്ട് ഇത് സാധ്യമാവില്ല. ആദ്യമായി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ ക്രമത്തിൽ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളായ സൂക്ഷ്മഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരതത്വം, മഹത്തത്വം, പ്രകൃതി, അവകൃതം പ്രധാനം. മഹത്തത്വം പ്രകൃതിയിൽ ലയിക്കുന്നു. അവിടുന്ന് പരമാത്മാവിലും. ഈ നിലയെത്തിയാൽ പിന്നെ ജനന മരണമില്ല. 3-ാം അധ്യായം. ഓരോരുത്തർ ഓരോ ദേവന്മാരെ ഭജിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഫലം പറയുന്നു. ബ്രഹ്മതേജസ് ആഗ്രഹിക്കുന്നവർ ബ്രഹ്മാവിനെയും, ഇന്ദ്രിയ പാടവ സുഖം വേണ്ടവർ ഇന്ദ്രനെയും, സന്താനം ഇച്ഛിക്കുന്നവർ ദക്ഷപ്രജാപതിയെയും, ഐശ്വര്യത്തിന് ദുർഗയെയും, പ്രഭാവത്തിന് അഗ്നിയെയും, ധനത്തിന് അഷ്ടവസുക്കളെയും, ചിരച്ഛേദം മുതലായ ഘോരകർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവർ രുദ്രനെയും, ഭക്ഷ്യാദികൾക്ക് അതിഥിയെയും, സ്വർഗം വേണ്ടവർ 12 ആദിത്യന്മാരെയും, ദീർഘായുസ്സിന് അശ്വിനി ദേവന്മാരെയും, അഭിവൃദ്ധിക്ക് ഭൂമിയെയും, സൗന്ദര്യവർദ്ധനയ്ക്ക് ഗന്ധർവന്മാരെയും, സ്ത്രീകളെ ആഗ്രഹിക്കുന്നവർ ഉർവശിയെയും, കീർത്തിക്ക് ശ്രീഹരിയെയും, ഭണ്ഡാരവർദ്ധനയ്ക്ക് വരുണനെയും, വിദ്യയ്ക്ക് ശ്രീപരമേശ്വരനെയും, ദാമ്പത്യസുഖം വേണ്ടവർ ഉമയെയും, ധർമ്മപദം വേണ്ടവർ വിഷ്ണുവിനെയും, ഭോഗങ്ങൾക്ക് ചന്ദ്രനെയും, ഒന്നിലും ആഗ്രഹമില്ലാത്തവർ പരംപുരുഷനെയും ആരാധിക്കണം. ഇങ്ങനെ ഓരോ ദേവന് ഓരോ ബലം കൊടുക്കാൻ സാധിക്കും. എന്നാൽ സാക്ഷാൽ ശ്രീനാരായണന് എല്ലാ ഐഹിക സുഖവും മോക്ഷവും കൊടുക്കാൻ സാധിക്കും. ശ്രീനാരായണ ഭജനം ഇല്ലാത്ത ജീവിതം നിഷ്ഫലമാണ്. കൃഷ്ണനാമം നാവിലെടുക്കാത്ത ജീവിതം വ്യർത്ഥമാണ്, മൃഗങ്ങൾക്ക് തുല്യമാണ്. അവർ അവരുടെ കാതുകൾ സർപ്പവാസസ്ഥാനമാണ്. നാവുകൾ തവളയുടേതിന് ഉപമിക്കാം. വളയിട്ട കൈകൾ ഭഗവത് പൂജയ്ക്ക് മുതിരുന്നില്ലെങ്കിൽ ആ വളകൾ ശവത്തിൻ്റെ കൈകൾ പോലെയാണ്. ഭഗവത് നാമം ഉച്ചരിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ മനസ്സ് ഭ്രമിക്കാതെയും രോമാഞ്ചം ഉണ്ടാവാതെയും ഇരുന്നാൽ ആ ഹൃദയം കല്ലിന് സമാനമാണ്. അതുകൊണ്ട് ഹരികഥാമൃതം കൂടുതൽ കൂടുതൽ ആസ്വദിച്ച് ഭക്തി വളർത്തണം. 4-ാം അധ്യായം. രാജാവിൻ്റെ ഇപ്പോഴത്തെ മനസ്ഥിതിയിൽ ശ്രീഹരി തന്നെ സേവ്യൻ, ഇതര ദൈവങ്ങളല്ല എന്ന ബോധ്യം വന്നു. തൻ്റെ ബുദ്ധിയെ ശ്രീകൃഷ്ണ രൂപത്തിൽ ഉറപ്പിച്ചു. ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും ഭാര്യാപുത്ര ബന്ധുജനങ്ങളെയും മനസ്സിൽ നിന്ന് സമൂലം അകറ്റി. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ബ്രഹ്മാവാദികൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ചെയ്തു? അത് വിസ്തരിച്ച് പറയണം. ശുഗമഹർഷി ഭഗവാനെ ഭക്തിപൂർവ്വം ധ്യാനിച്ച് ബ്രഹ്മനാരദ സംവാദ രൂപമായ ചോദ്യോത്തരങ്ങൾ പണ്ട് ശ്രീഹരി ബ്രഹ്മാവിന് ഉപദേശിച്ചത് പറയാമെന്ന് പറഞ്ഞു. 5-ാം അധ്യായം. ശ്രീഹരി സ്വയം പ്രകാശിക്കുന്നവനാണ്. സൂര്യനോ മറ്റു ഗ്രഹങ്ങളോ അവനെ പ്രകാശിപ്പിക്കുന്നില്ല. മറിച്ച് അവർ പ്രകാശിക്കുന്നത് ഇവൻ്റെ പ്രഭയേറ്റിട്ടാണ്. ലോകത്തിൻ്റെ അധിഷ്ഠാനം ശ്രീഹരിയാണ്. ശ്രീഹരി തത്വത്തെയാണ് വേദം ഉപദേശിക്കുന്നത്.
വേദം, യോഗം, തപസ് ഇവ ആ ഹരിയെ അറിയാനുള്ള മാർഗങ്ങളാണ്. ഞാൻ ബ്രഹ്മാവ് ശ്രീഹരിയാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവൻ്റെ ആജ്ഞാനുസരണം ഞാൻ കർമ്മത്തിലേർപ്പെട്ട് എൻ്റെ പ്രവൃത്തി നടത്തുന്നു. ഈശ്വരന് ഹരി ഗുണസംബന്ധമില്ല. എങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്താൻ സത്വ, രജസ്, തമസ്സുകളായ 3 ഗുണങ്ങളെ അവലംബിക്കുന്നു. തന്നിൽ നിന്നുണ്ടായ മായ അല്ലെങ്കിൽ പ്രകൃതി ഈ മൂന്ന് ഗുണങ്ങളെക്കൊണ്ട് ഭഗവാന്റെ ഇഷ്ടാനുസരണം സൃഷ്ടിയിലേർപ്പെടുന്നു. കാലം, കർമ്മം, സ്വഭാവം എന്ന തത്വങ്ങൾ സൃഷ്ടിക്ക് കാരണമാണ്. കാലത്തിൽ നിന്ന് സത്വാദികളുടെ സമത വെടിഞ്ഞ ക്ഷോഭവും, സ്വഭാവത്തിൽ നിന്ന് രൂപങ്ങൾ വെടിഞ്ഞ് അന്യരൂപങ്ങൾ വരുന്ന പരിണാമവും, കർമ്മത്തിൽ നിന്ന് മഹത്തത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉണ്ടായി. സത്വരജോ ഗുണം അധികരിച്ചും വികാരത്തെ പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങളെന്ന മഹാഭൂതങ്ങൾ, ജ്ഞാനമെന്ന ദേവതകൾ, ക്രിയയെന്ന സ്വരൂപം ഇവയോടുകൂടിയ തമോ ഗുണം അധികരിച്ച അഹങ്കാരതത്വം ഉണ്ടായി. താമസാഹങ്കാരത്തെ ദ്രവ്യശക്തിയെന്നും രാജസാഹങ്കാരത്തെ തൈജസം ക്രിയാശക്തിയെന്നും സാത്വികാഹങ്കാരത്തെ വൈകാരികം ജ്ഞാനശക്തിയെന്നും പറയുന്നുണ്ട്. താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശവും ഗുണമായ ശബ്ദവും, ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ വായുവും, ഗുണങ്ങളായ ശബ്ദസ്പർശങ്ങളും, അഗ്നിക്ക് വികാരം സംഭവിച്ചപ്പോൾ രസവും, ശബ്ദസ്പർശന രൂപഗുണങ്ങളുള്ള ജലവും, ജലം വികാരപ്പെട്ടപ്പോൾ ഗന്ധഗുണമുള്ളതും മറ്റ് ഭൂതസംബന്ധം നിമിത്തമുള്ള ശബ്ദസ്പർശരൂപരസങ്ങളും തികഞ്ഞ ഭൂമിയും ഉണ്ടായി. സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും അധിഷ്ഠാന ദേവതയായ ചന്ദ്രനും ഉണ്ടായി. സാത്വികാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവരായ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ ദിക്ക്, ശ്രോതം, വായു ത്വക്ക്, സൂര്യൻ കണ്ണ്, പ്രചേതസ് നാവ്, അശ്വിനികൾ നാസിക, വന്നി വാക്ക്, ഇന്ദ്രൻ കൈകൾ, ഉപേന്ദ്രൻ പാദങ്ങൾ, മിത്രൻ വായു, ബ്രഹ്മാവ് ഉപസ്ഥം ആണ്. വികാരപ്പെട്ട രാജസാഹങ്കാരത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. കൂടാതെ ബുദ്ധിയും പ്രാണനും, ജ്ഞാനേന്ദ്രിയങ്ങൾ, ശ്രോതം, ത്വക്ക്, ഘ്രാണം, ദൃക്, ജിഹ്വ കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണിമേഡ്രം, ഉപസ്ഥം, കാൽ, വായു, ഗുദം കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, മേഡ്രം, ഉപസ്ഥം, കാൽ, വായു, ഗുദം. ഈ ഇന്ദ്രിയഗുണങ്ങൾ, മനോഗുണങ്ങൾ, ഭൂതഗുണങ്ങൾ ഭഗവത് ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് യോജിച്ച് സ്ഥൂല സൂക്ഷ്മഭാവത്തെ അവലംബിച്ച് സമഷ്ടി ശരീരവും വൃഷ്ടി ശരീരവും സൃഷ്ടിയാൽ വന്നു. ഈ പദാർത്ഥങ്ങൾ അനേകകാലം കഴിഞ്ഞതോടെ ജലത്തിൽ ശയിക്കുന്ന ഒരു അണ്ഡമായി ശ്രീഹരി എന്ന പരമാത്മ അചേതനമായ ഈ അണ്ഡത്തിൽ പ്രവേശിച്ച് അതിനെ ചൈതന്യവത്താക്കി തീർത്തു. ആ അണ്ഡം പൊട്ടിയപ്പോൾ അനേകം പാദങ്ങൾ, ശിരസ്സുകൾ മുതലായവ ഉള്ള പുരുഷനായി പുറത്തു വന്നു. സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ്. പുരുഷസൂക്തം. വിരാട് വർണ്ണനയിൽ പറഞ്ഞ 14 ലോകങ്ങളും ഈ പുരുഷൻ്റെ അവയവങ്ങളാണ്. ലോകങ്ങളെ 3ആയി കൽപ്പിക്കുമ്പോൾ ഭൂർഭുവസ്വ ഭൂർലോകം, കാലടി മുതൽ കടി വരെയുള്ള 7 അവയവങ്ങൾ, ഭൂവർലോകം, നാഭി, സ്വർലോകം, മൂർധാവിൽ, സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള മറ്റു ലോകങ്ങൾ എന്ന് ഭഗവാന്റെ ശരീരത്തെ വിഭജിക്കപ്പെടുന്നു. ധ്യാന സൗകര്യത്തിന് വേണ്ടിയാണ് ഈ വിഭജനം. 6-ാം അധ്യായം. ഈ അധ്യായത്തിൽ മുമ്പ് പറഞ്ഞതിനെ അല്പം കൂടി വിസ്തരിച്ച് പറയുകയാണ്. അതുകൊണ്ട് അതിവിടെ അത്ര കണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മുടെ വാഗീന്ദ്രിയങ്ങളും അവയുടെ ദേവത വന്നിയും വിരാടിൻ്റെ മുഖമാണ്. ഗായത്രി, ഉഷ്ണിക്ക് എന്ന ഛന്ദസ്സുകൾ അവൻ്റെ ത്വക്ക്, മാംസം എന്നിവയാണ്. ഇങ്ങനെ അവൻ്റെ അവയവങ്ങളെയാണ് പ്രപഞ്ച വസ്തുക്കളായി തുല്യപ്പെടുത്തിയിട്ടുള്ളത്. വിരാട് പുരുഷൻ്റെ നാഭിയിൽ കമലത്തിൽ നിന്ന് ഞാനുണ്ടായി. യാഗത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും അവൻ്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് ആ പ്രഭുവിനെ പൂജിക്കുന്നത് അവൻ്റെ അവയവങ്ങളെക്കൊണ്ട് തന്നെയാണ്. ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ട ഞാൻ സൃഷ്ടി ചെയ്യുന്നു. ശിവനും അതേപോലെ പ്രേരിപ്പിക്കപ്പെട്ട് സംഹരിക്കുന്നു. ത്രിഗുണാത്മികമായ മായയെ അംഗീകരിച്ച പ്രഭു വിഷ്ണുരൂപം കൊണ്ട് പരിപാലിക്കുന്നു. ഇത്രയൊക്കെ ശക്തിയും അറിവും ഉണ്ടായിട്ടും ആ ദേവനെ ഞാൻ ശരിക്കും അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയും? പരമാർത്ഥ സ്വരൂപം അതിസൂക്ഷ്മമായതുകൊണ്ട് അത് അറിവാൻ കഴിയാത്തതുകൊണ്ട് ദൃഷ്ടിക്ക് ഗോചരമായ അവതാര സ്വരൂപങ്ങളെ എങ്കിലും കണ്ടറിഞ്ഞ് രൂപം നിർണ്ണയിക്കാം. 7-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരങ്ങൾ വരാഹം തൊട്ട് കൽക്കി വരെ ചുരുക്കത്തിൽ പറയുകയാണ്. ഇത് പ്രഥമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ സംക്ഷേപമായി പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഭഗവാനെ ശരണം പ്രാപിച്ച അനേകം പേർ, സ്ത്രീകൾ, ശൂദ്രർ, തിര്യക്ക് ജീവികളായ ജഡായു, സമ്പാദി മുതലായവർ അദ്ദേഹത്തിൻ്റെ പാദമടഞ്ഞിട്ടുണ്ട്. ഭക്തിയാണ് അതിൻ്റെ താക്കോൽ. അപ്പോൾ നവീന വിദ്യാഭ്യാസം, ശാസ്ത്രാഭ്യാസം, യോഗാഭ്യാസമുള്ള ബുദ്ധിജീവികൾക്ക് സംസാരം കടക്കാൻ അവരുടെ വികസിച്ച ബുദ്ധി ഉപയോഗിച്ചാലാകാവുന്നതേ ഉള്ളൂ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആ പ്രഭു തന്നെ ധർമാർത്ഥ കാമങ്ങളും മോക്ഷവും തരണം. എല്ലാറ്റിനും മൂലം ശ്രീഹരി തന്നെ. ഹേ നാരദ, ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ചുരുക്കമാണ് ഈ ഭാഗവതം. ഇത് ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു.
നീ ഇത് ശ്രീഹരിയിൽ ഭക്തി ഉണ്ടാകത്തക്കവണ്ണം വർണ്ണിച്ച് തപിക്കുന്ന ജനങ്ങളെ സന്താപഹീനരാക്കണം. 8-ാം അധ്യായം. പരീക്ഷിച്ച് ചോദിച്ചു, സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഏതുവിധമായാൽ മനസ്സ് സ്ഥിരമായി വയ്ക്കാനും അന്യവിചാരം കൂടാതെ ഈ ശരീരത്തെ ഉപേക്ഷിപ്പാനും സാധിക്കുമോ ആ വിധം ഭഗവത് കഥകളങ്ങ് വർണ്ണിച്ച് പറഞ്ഞു തരണം. ഈ ആത്മാവ് മഹാഭൂതങ്ങളോട് ബന്ധമില്ലാതിരുന്നിട്ടും ഭൂതങ്ങളെക്കൊണ്ടുള്ള ദേഹാരംഭത്തോടു കൂടിയതെങ്ങനെ? ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ട്. പ്രാണികളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഈശ്വരൻ മായയെ വെടിഞ്ഞ് എവിടെ വസിക്കുന്നു? പ്രളയങ്ങളുടെ കാലപരിണാമം എത്ര? ദേവന്മാർ, മനുഷ്യർ ഇവയുടെ ആയുസ് പരിധി എത്ര? കാലത്തെ എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തുന്നു? കർമ്മത്താൽ പ്രാപ്യങ്ങളായ സ്ഥാനഭേദങ്ങൾ എത്ര? ദേഹാദിഭാവത്തെ ആഗ്രഹിക്കുന്ന ജീവന്മാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളേത്? ഹരിയുടെ ഏറ്റവും വിശേഷപ്പെട്ട അവതാരങ്ങളേത്? ധർമ്മങ്ങൾ ഏതേത്? എത്രയുണ്ട്? യോഗാഭ്യാസത്തിലുണ്ടാകാവുന്ന സിദ്ധികൾ ഏതെല്ലാം? ഭൂതങ്ങളുടെ സ്ഥിതിലയം, സ്ഥിതി ഇവ എങ്ങനെ? ഇതെല്ലാം അങ്ങയിൽ ശരണാഗതനായ എന്നോട് അറിയത്തക്ക വിധത്തിൽ പറഞ്ഞു തരണം. ജീവൻ്റെ ദേഹബന്ധത്തെപ്പറ്റി ആദ്യം പറയുന്നു. സ്വപ്നം കാണുന്നവന് സ്വപ്നപദാർത്ഥങ്ങളോട് ബന്ധമുണ്ടോ? അതുപോലെ ആത്മാവിന് ദേഹാദിബന്ധമില്ല. ബന്ധമുണ്ടെന്ന് വെറും തോന്നലാണ്. അത് മായാപ്രവർത്തന ഫലമാണ്. ജീവൻ സത്യവും ദേഹം അസത്യവുമാണ്. സത്യം അസത്യത്തോട് എങ്ങനെ യോജിക്കും? മായയുടെ ഗുണകാര്യങ്ങളായ ശബ്ദ വിഷയങ്ങളിൽ രമിക്കുന്നവനായി വിഷയാനുകൂലികളായ ഭാര്യാപുത്രാദികളിൽ എൻ്റേതെന്നും ശരീരം ഞാനാണെന്നും അഭിമാനിക്കുന്നതിലാണ് ബന്ധം ഏർപ്പെടുന്നത്. ബന്ധവും മോക്ഷവും മായാകൽപ്പിതങ്ങളാണ്. ഭക്തിയാൽ ആ ബന്ധം നശിക്കും. അതിന് ബ്രഹ്മാവിൻ്റെ സ്വാനുഭവകഥ പറയുന്നു. ബ്രഹ്മാവ് ഏകനായി എങ്ങും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഏകമായ ഒരു താമരപ്പൂവിൽ നിന്ന് ജനിച്ചുവെന്നാണല്ലോ. ആ താമര എവിടെ നിന്ന് വന്നു എന്നറിയാനുള്ള ജിജ്ഞാസയോടെ അതിൻ്റെ തണ്ടിൽ കൂടെ അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങി. എത്രയോ ആഴത്തിൽ ചെന്നിട്ടും അവസാനം കാണാതായപ്പോൾ മടങ്ങി. ഇച്ഛാഭംഗം നേരിട്ടപ്പോൾ ഇനി എന്തു ചെയ്യും? ആർ എന്നെ ഉപദേശിക്കും എന്ന് ചിന്തിച്ചു വ്യാകുലപ്പെട്ടു. അപ്പോൾ ഒരു അശരീരി വാക്ക്, തപ. അപ്പോൾ തോന്നി തന്നെ കൂടാതെ മറ്റൊരാളുണ്ട്. അത് സൂക്ഷ്മമാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം താൻ തപസ് ചെയ്യണമെന്നാണ്. താൻ 1000 ദിവ്യസംവത്സരം തപസ് ചെയ്തു. അവസാനത്തിൽ വൈകുണ്ഠ ദർശനം സിദ്ധിച്ചു. അവിടെ 4 കൈകളോടുകൂടിയ വിഷ്ണു പാർഷദന്മാരെയും ഭക്തരെയും മറ്റും കണ്ടു. ശ്രീദേവി ഭഗവത്പാദത്തിൽ പൂജ സമർപ്പിക്കുന്നതായും കണ്ടു. ഭഗവാൻ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ ഗുണങ്ങളാൽ പരിപൂർണനായും ദേവന്മാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടും കണ്ടു. അവിദ്യ, അസ്മിത, രാഗവേഷ, അഭിനിവേശങ്ങൾ എന്ന ദോഷങ്ങളില്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠമെന്നും മനസ്സിലാക്കി. രജസ്തമോ ഗുണങ്ങളും മായയും അവിടെ പ്രവർത്തനരഹിതരാണ്. ശുദ്ധ സത്വസ്വരൂപമാണ് അവിടം. എല്ലാവരും ശ്യാമളവർണ്ണർ, നിർമ്മലം, താമരദളാക്ഷന്മാർ, മഞ്ഞപ്പട്ടുടുത്തവർ, മുഖത്ത് ശോഭയുള്ളവർ, സുന്ദരന്മാർ, തിളങ്ങുന്ന ആഭരണം ധരിച്ചവർ. ഭഗവാനെ കണ്ട ഉടനെ ബ്രഹ്മാവ് അതീവ സന്തോഷത്തോടെ ഭക്തിയോടെ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവേ, ഞാൻ നിന്നിൽ വളരെ സന്തോഷവാനാണ്. നീ എൻ്റെ ഉത്തമ ഭക്തനാണ്. കാരണം ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിച്ചു നന്നായി തപസ് ചെയ്യുന്നു. ഉത്തമ ഭക്തൻ, നിഷ്കാമൻ, സ്വാർത്ഥചിന്തയില്ലാത്തവൻ, മധ്യമൻ, മോക്ഷേച്ഛയോടെ ഭജിക്കുന്നവൻ, അധമൻ, ഭോഗപദാർത്ഥേച്ഛയോടെ ഭജിക്കുന്നവൻ. നീ എന്നിൽ നിന്ന് ഇഷ്ടവരം സ്വീകരിക്കുക. ഞാനാണ് നിന്നെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. തപസ്സാണ് എൻ്റെ ഹൃദയം. എൻ്റെ സ്വരൂപജ്ഞാനസിദ്ധിക്ക് ഉത്തമ സാധനം തപസ്സാണ്. ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, അങ്ങയുടെ പാദസ്പർശനം കൊണ്ട് എൻ്റെ ബുദ്ധി തെളിയുവാൻ തുടങ്ങി. അരൂപനായ നിന്തിരുവടിയെയും അവിടുത്തെ സൂക്ഷ്മരൂപത്തെയും ഏതു വിധത്തിൽ ഞാൻ അറിയും? അതറിയാനുള്ള ബുദ്ധി എനിക്കുണ്ടാവണം. മറ്റൊരു വരം, എനിക്ക് ഐശ്വര്യവും അറിവും വർദ്ധിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവരുത്. ഞാൻ സൃഷ്ടിക്കുന്നു എന്ന അഹങ്കാരബോധം എന്നെ ബാധിക്കരുത്. ഭഗവാൻ അതെല്ലാം നൽകി. അതിനുശേഷം സൃഷ്ടി സംബന്ധമായ ഒരു ഉപദേശം കൊടുത്തു. അതിനെ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സാരം പറയാം. സൃഷ്ടിക്ക് മുമ്പും പിമ്പും പ്രളയത്തിന് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ആദിയും അന്തവുമില്ല. ഞാൻ എല്ലാ ലോകത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. ആത്മാവിന് പല ഭാവങ്ങളും ഉണ്ടെന്ന് തോന്നും. കൃശൻ, സ്ഥൂലൻ, പങ്കു, മൂകൻ, വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം ഇവയെല്ലാം ദേഹധർമ്മങ്ങളാണ്, ആത്മധർമ്മങ്ങളല്ല. മായയുടെ പ്രവർത്തനമാണ് കാരണം. മായ എന്നെ മറച്ചു വെച്ച് അസത്യമിഥ്യാ രൂപങ്ങളെ സത്യമാണെന്ന് തോന്നത്തക്ക വിധം പ്രവർത്തിക്കും. ആത്മതത്വം അറിയേണ്ടവർ ഏതൊന്ന് അന്വയത്താലും വൃതിരേഖത്താലും എല്ലാ കാലത്തും ഉണ്ടോ അത് ആത്മസ്വരൂപം എന്നറിയണം. അന്വയമെന്നാൽ കാര്യങ്ങളായ ശരീരങ്ങളിൽ കാരണത്വേന അനുവർത്തിക്കുന്നത്. വൃതിരേഖം എന്നത് കാരണാവസ്ഥയിലും ശരീരാദിഭാവങ്ങളോട് ചേരാതിരിക്കുന്ന നില. ജാഗ്രത്, സ്വപ്നം ഈ അവസ്ഥകളിൽ ഞാൻ വെറും സാക്ഷിയായി ശരീരത്തിലിരിക്കുന്നു. അത് അന്വയം. സമാധ്യാദി അവസ്ഥകളിൽ ദേഹത്തോട് ചേർച്ചയില്ലാതിരിക്കുന്ന അനുഭവമുള്ളതിനാൽ വ്യതിരേകം. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അദൃശ്യനായി. ബ്രഹ്മാവിന് ഇപ്പോൾ ഹരിയുടെ ദർശന സ്പർശന ഉപദേശത്താൽ ബുദ്ധി തെളിഞ്ഞ്
പൂർവ്വകൽപ്പത്തിലെ ഓർമ്മകൾ തിരിച്ചു വന്നു. അതിനാൽ സൃഷ്ടി എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞു. 10-ാം അധ്യായം. ഭാഗവത പുരാണത്തിന് 10 ലക്ഷണങ്ങളുണ്ട്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരങ്ങൾ, അവതാരകഥകൾ, നിരോധം, മുക്തി, ആശ്രയം ഇവയാണ് അവ. സർഗം എന്നത് ഏകാദശി ഭൂതങ്ങൾ ഗുണക്ഷോഭം നിമിത്തം പരമാത്മാവിൽ നിന്ന് ഉദ്ഭവിച്ചു എന്നുള്ളത്. വിസർഗം വൈരാജൻ എന്ന പുരുഷൻ, ബ്രഹ്മാവ് ചെയ്യപ്പെടുന്ന സൃഷ്ടി. സ്ഥാനം ലോകത്തെ മര്യാദ തെറ്റാതെ പാലിക്കുന്നത് സ്ഥാനം. പോഷണം ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹം. മന്വന്തരങ്ങൾ സ്വയംഭൂമനു മുതലായ മനുക്കളുടെ ധർമ്മങ്ങൾ. ഊതികൾ കർമ്മവാസനകൾ, പ്രപഞ്ചാഭിവൃദ്ധികൾ, ഈശ്വരകഥകൾ, വിഷ്ണുവിൻ്റെ അവതാരകഥകൾ. നിരോധം ഭഗവാൻ യോഗനിദ്ര പ്രാപിക്കുമ്പോൾ ഈ ലോകം ഭഗവാനിൽ ലയിക്കുന്നത്. മുക്തി അവിദ്യ നശിച്ച് ശരീരാദികൾ ആത്മാവാണെന്ന ധാരണ ഇല്ലാതായി ബ്രഹ്മസ്വരൂപമായി മാറുന്നത്. ആശ്രയം ഈ ലോകം ആരെ ആശ്രയിക്കുന്നുവോ, ആരിൽ ലയിക്കുന്നുവോ ആ വസ്തുവിനെ ആശ്രയം എന്ന് പറയപ്പെടുന്നു. അതുതന്നെ ബ്രഹ്മം, പരമാത്മ. ആശ്രയം 3 വിധത്തിൽ: അധിദൈവം, അധ്യാത്മികം, അധിഭൂതം. അധിദൈവം സകലർക്കും അധിഷ്ഠാനമായവൻ, ഇന്ദ്രിയങ്ങളിൽ പ്രകാശിക്കുന്ന ചൈതന്യം, സൂര്യാദിദേവന്മാർ. അധ്യാത്മികം കണ്ടു കേട്ടു എന്നഭിമാനിക്കുന്ന ജീവൻ. അധിഭൂതം മേൽപ്പറഞ്ഞ രണ്ടും പരമാത്മാ ജീവാത്മാ ഏതൊരു ശരീരത്തിലിരിക്കുന്നുവോ അത്. ഈ 3ഉം ഒന്നോടൊന്ന് ചേർന്നാലേ പ്രകാശം കാണുകയുള്ളൂ. അവയെ പ്രകാശിപ്പിക്കുന്നത് പരമാത്മ. വിരാട് പുരുഷൻ അണ്ഡം പിളർന്ന് പുറത്തു വന്നപ്പോൾ തനിക്കിരിപ്പാൻ സ്പഷ്ടമായ ജലം നിർമ്മിച്ചു. 1000 ദിവ്യസംവത്സരം ശയിച്ചു. അതിനാൽ നാരായണൻ, നാരം ജലം, നാരത്തിൽ ശയിച്ചവൻ നാരായണൻ എന്ന പേർ സിദ്ധിച്ചു. ഏകനായ ആ ദേവൻ തൻ്റെ ദേഹത്തെ മായ കൊണ്ട് 3ആയി വിഭജിച്ചു. അധിദൈവം, അധ്യാത്മികം, അധിഭൂതം. പിന്നീട് ക്രിയാശക്തി രൂപമായ ഒരു വീര്യം 3ആയി പിരിഞ്ഞു. ശരീരാന്തർഭാഗത്തുള്ള ആകാശത്തിൽ നിന്ന് ഓജസ് എന്ന ഇന്ദ്രിയശക്തിയും സഹം എന്ന മനഃശക്തിയും ബലം എന്ന ദേഹശക്തിയും ഉണ്ടായി. ആ സൂക്ഷ്മരൂപത്തിൽ നിന്ന് പ്രാണനും പിന്നീടുണ്ടായി. ഈ പ്രാണൻ ജീവാധാരമാണ്, അതുകൊണ്ട് ഇത് പ്രാധാന്യമേറിയതാണ്. ഈ പ്രാണൻ ചലിച്ചപ്പോൾ വിശപ്പും ദാഹവും ഉണ്ടായി. ദാഹം തീർക്കാൻ മൂലമുണ്ടായി. ദാഹം തീർക്കാൻ മുഖമുണ്ടായി. മുഖത്തിൽ താലു, താലുവിൽ ജിഹ്വ, ഇതിന് അധ്യാത്മം എന്ന്. പിന്നീട് 6 രസം, കടു, അമ്ളം, ലവണം മുതലായത്. ഇത് അധിഭൂതം. ഇതിൻ്റെ അധിഷ്ഠാന ദേവൻ വരുണൻ. ഇങ്ങനെ അധിഷ്ഠാനം, ഇന്ദ്രിയം, വിഷയം, ദേവത എന്ന 4 വകഭേദം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടായി. വാക്ക്, ഇന്ദ്രിയം, വചനം, വിഷയം, അധിഷ്ഠാനം, മുഖം, വന്നി, ദേവത. ഘ്രാണേന്ദ്രിയം, നാസിക. ഗന്ധം, കാറ്റ്. ചക്ഷുസ്, ഇന്ദ്രിയം. ആദിത്യൻ, ദേവത. രൂപഗ്രഹണം, വിഷയം. നേത്രം, അധിഷ്ഠാനം. ശ്രോതം, ഇന്ദ്രിയം. ശബ്ദം, വിഷയം. ശബ്ദഗ്രഹണം. ദിക്കുകൾ, ദേവത. ത്വക്ക്, അധിഷ്ഠാനം. ദേവത, വായു. രോമങ്ങൾ, വൃക്ഷങ്ങൾ. ഘ്രാണേന്ദ്രിയം, നാസിക. ഗന്ധം, കാറ്റ്. ചക്ഷുസ്, ഇന്ദ്രിയം. ആദിത്യൻ, ദേവത. രൂപഗ്രഹണം, വിഷയം. നേത്രം, അധിഷ്ഠാനം. ശ്രോതം, ഇന്ദ്രിയം. ശബ്ദം, വിഷയം. ശബ്ദഗ്രഹണം, ഫലം. ദിക്കുകൾ, ദേവത. ത്വക്ക്, അധിഷ്ഠാനം. ദേവത, വായു. രോമങ്ങൾ, വൃക്ഷങ്ങൾ. കൈകൾ, ഇന്ദ്രൻ, ദേവത. പാദങ്ങൾ, വിഷ്ണു, ദേവത. ശിശ്നം, ഇന്ദ്രിയം, പ്രജാപതി. ദേവത, വിഷയം. സ്ത്രീ പുരുഷ സംയോഗം. ഗുദം, മലദ്വാരം. മിത്രൻ, ദേവത. നാഭി, ഇന്ദ്രിയം, അപാനൻ. ദേവത, മൃത്. ആശ്രയവീക്ഷണം. അന്നപാനാദികളെ സ്വീകരിച്ചപ്പോൾ കുക്ഷിയാകുന്ന അധിഷ്ഠാനവും നാഡികളായ ഇന്ദ്രിയവും കുക്ഷിയുടെ നേതാവായ സമുദ്രങ്ങളും നാഡികളുടെ നേതാവായ നദികളും ഇന്ദ്രിയദേവതകളുടെ സംയോഗവും നിമിത്തം തുഷ്ടിയും പുഷ്ടിയും ശരീരത്തിനുണ്ടായി. ചിന്തിക്കാൻ ഹൃദയമുണ്ടായി. ദേവത, സങ്കല്പം, വിഷയം, അഭിലാഷം, ബലം. ത്വക്ക് പുറമേയും ഉള്ളിലും വ്യാപിച്ചിരിക്കുന്നു. ത്വക്ക് ചർമ്മം, മാംസം, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി എന്നീ 7 ധാതുക്കൾ. ഭൂമി, ജലം, വന്നി എന്ന 3 ഭൂതങ്ങളുടെ വികാരത്താലുണ്ടായി. ആകാശം, ജലം, വായു ഈ 3ൻ്റെയും സമുദായ രൂപമായിട്ടും പ്രാണനുമുണ്ടായി. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ ഭൂതങ്ങളുടെ രജഗുണ സംബന്ധികളാണ്, അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. മനസ്സ് എല്ലാ വികാരങ്ങളുടെയും സ്വരൂപം. ബുദ്ധി പലവിധ ജ്ഞാനത്തോടു കൂടിയതാണ്. പരമാർത്ഥം മാത്രമല്ല ബുദ്ധി ഗ്രഹിക്കുക. അതായത് ഭഗവാന്റെ സ്ഥൂലരൂപം, പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, മഹത്വം, അവ്യക്തം എന്ന വിധ ആവരണങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടതാണ്. ഭഗവാന്റെ സൂക്ഷ്മരൂപം ഈ സ്ഥൂലരൂപത്തിന് അന്യമായതും വാക്കിനോ മനസ്സിനോ വിഷയമല്ലാത്തതുമാണ്. അത് അവ്യക്തവും ഉൽപ്പത്തിസ്ഥിതി ലയം ഇല്ലാത്തതുമാണ്. ഈ 2 രൂപങ്ങളെയും ധ്യാനത്തിനു വേണ്ടി സങ്കല്പിക്കപ്പെട്ടതാണ്. ഇത് പരമാർത്ഥമായിട്ട് കാണുന്നതല്ല. ഈശ്വരൻ ഇതിൽ നിന്നെല്ലാം അതീതനാണെന്ന് വിവേകികൾ പറയുന്നു. സൃഷ്ടി നടത്തുന്ന ഭഗവാൻ തന്നെ, പക്ഷേ ബ്രഹ്മാവിൻ്റെ രൂപത്തിലാണെന്ന് മാത്രം. പ്രജാപതികൾ, മനുക്കൾ, ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ എന്നിവരെല്ലാം ബ്രഹ്മസൃഷ്ടികളാണ്. സത്വഗുണമുള്ളവർ ശ്രേഷ്ഠന്മാർ, ദേവന്മാർ. തമോ ഗുണം അധികരിച്ചവർ നികൃഷ്ടർ, തിരീക്കുകളായും രജോ ഗുണികൾ മനുഷ്യരായും
ഈ 3 ഗുണങ്ങളും ഇടകലർന്നവർ ജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യപാപഫലമായി നാനായോനികളിലും സൃഷ്ടിക്കപ്പെടുന്നു. ഇതനുസരിച്ച് സ്വർഗം, നരകം, ഭൂമി എന്ന സ്ഥാനങ്ങളും പ്രത്യക്ഷമാവുന്നു. ബ്രഹ്മരൂപേണ സൃഷ്ടി, വിഷ്ണുരൂപേണ രക്ഷ, രുദ്രരൂപേണ സംഹാരം. ഇതിനായി ഓരോ അവസരങ്ങളിൽ അവതാരങ്ങൾ എടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭഗവാന് ഒന്നിലും കർത്തൃത്വമില്ല. അത് പേറാൻ മായ ആണ്.